ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3യിലെ യൂണിറ്റ് 1. അപ്പോൾ ബ്ലോക്ക് 3 ഈ ഇൻഷായിനെ കുറിച്ച് പറയുന്ന പാഠമാണ്. ഇതിന് മുമ്പത്തെ ബ്ലോക്ക് ഖബറിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചു ഇതിലെ യൂണിറ്റ് 1 അൽ ഇൻഷാവ് വ അക്സാമുഹു എന്നാണ്. ഇൻഷാവും അതിൻ്റെ ഇനങ്ങളും. അപ്പോൾ ഈ ഒരു പാഠം പഠിക്കുന്നത് കൂടി ഒരു ലേണറിന് എന്തെല്ലാം കഴിയും, അവന് ഇൻഷാ എന്താണെന്ന് മനസ്സിലാവും, അതേപോലെ അതിൻ്റെ ഇനങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവാൻ കഴിയും. പിന്നെ നമ്മൾ മുമ്പത്തെ പാഠത്തിൽ എന്തായി, കലാമ് 2 വിധമാണെന്ന് പറഞ്ഞു. ഒന്ന് ഖബറും ഇൻഷാവും. അതേപോലെ ഖബർ നമ്മൾ പഠിച്ചു. ഖബർ എന്താണ്? അത് ഒരു കലാമ് സത്യമാവാനും കളവാവാനും സാധ്യതയുള്ളതിനെയാണ് ഖബർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇൻഷായിനെ കുറിച്ചിട്ടാണ്. അൽ ഇൻഷാവു മിൻ കസീമിൽ ഖബർ. ഖബറിൻ്റെ ഒരു ഭാഗമാണ് എന്ത്, ഇൻഷാ എന്നുള്ളത്. അപ്പോൾ ഉവ കൗലുൻ ലാ യഹ്തമിലു സിദ്ക അബിൽ കദിബ. ഈ ഇൻഷാ എന്ന് പറഞ്ഞാൽ അത് സത്യമാവാൻ അല്ലെങ്കിൽ കളവാവാൻ അങ്ങനത്തെ സാധ്യതയുള്ള സംസാരമല്ല. അപ്പോൾ ഒരു സാധനം പറഞ്ഞാൽ അത് സത്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കളവാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനത്തെ സാധനങ്ങളായിരിക്കും എന്ത്, ഇൻഷാ എന്നുള്ളത്. അബി ഇബാറത്തിൻ ഒഖറ, മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ഉവ മാല യസിഹു അൻ യുക്കാല ലി കായിലി ഇന്നൗ സ്വാദിഖുൻ ഫീഹി അവി കാദിബുൻ. അതായത് ഒരാളൊരു വർത്തമാനം പറഞ്ഞു, അപ്പോൾ ആ വർത്തമാനം സത്യമാണ് അല്ലെങ്കിൽ അവന് പറഞ്ഞത് അവൻ സത്യം പറയുകയാണ് അല്ലെങ്കിൽ കളവ് പറയുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ല സബീലിൽ മിസാൽ, ഉദാഹരണം നോക്കുക. ഇതാ കുൽത്ത ഇൻതബഹു യാ ഇഖ്വാൻ. ഇപ്പോൾ നമ്മളെന്തായി, ഞാൻ പറയാണ് ഒരു ടീമിനോട്, നിങ്ങൾ പോകൂ സഹോദരങ്ങൾ, നിങ്ങൾ പോകൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ഇപ്പോൾ അൻതല്ല തഖ്ബുർ അനി ഷെയ്ഇൻ മലാ ലിയാക്കിനക തൻഷൗ ഷെയ്അൻ തഅമുറുൽ മുഖാതിബീന ബിൻതിബാ. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഖബർ എന്നുള്ളത് എന്താണ്, ഞാൻ ആ ടീമിനോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ ഫലൈസി അയ്യക്കാല ലക്ക അന്നക്ക സ്വാദിക്കും ഫീമാ കുൽത്താവു അൻത കാദിബുൻ. അപ്പോൾ ആൾക്കാർക്ക് പറയാൻ കഴിയില്ല എന്ത്, ഞാൻ പറഞ്ഞത് സത്യമാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കളവാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അവിടെ നിങ്ങൾ പോകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാർ പറഞ്ഞു നിങ്ങളാണ്ട് പോയി എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങളാണ്ട് പോയി എന്ന് പറഞ്ഞാൽ സത്യമാണോ കളവാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. അത് അങ്ങനത്തെ സാധനങ്ങളായിരിക്കും അപ്പോൾ ഇൻഷാ എന്നുള്ളത്. അപ്പോൾ കദാലിക ഇൻദമാ തഖുലി ഷഖ്സിൻ അൽ ഫിൽ ബൈത്ത്. അപ്പോൾ അതേപോലെ ഞാൻ ഒരാളോട് ചോദിച്ചു, ഈ വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചു. വലിയ ഇതാക്ക ഫല യുംകിനാൻ തക്കുലൊക്കെ അന്ത കഥവിത്ത. അപ്പോൾ ഞാൻ ഈ ചോദിച്ച ചോദ്യം കളവാണ് അല്ലെങ്കിൽ സത്യമാണെന്ന് പറയാൻ കഴിയുമോ? ഇല്ലല്ലോ, അതൊരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും എന്ത്. അപ്പോൾ മിസ്ല ആദിൽ കലാമിൻ നിസമ്മീഹി ഇൻഷാവും. ഇങ്ങനത്തെ കലാമിനെ നമ്മളെന്താവും, ഇൻഷാ എന്ന് പറയും. അമിമ്മ സബക എത്തലയുലാന അനൗ ഇതാ കാനൽ കലാമു ലായസിഹു അന്ന യുക്കാലി കായലി സ്വതത്താവു കഥപ്ത ഫൗൽ ഇൻഷാ. അപ്പോൾ നമ്മൾ പറഞ്ഞ് എന്ത്, ഇൻഷാ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് അല്ലെങ്കിൽ കളവാണ് എന്ന് പറയാൻ കഴിയാത്ത സാധനങ്ങളായിരിക്കും എന്ത്, ഇൻഷാ എന്നുള്ളത്. അതുപോലെ തന്നെ വൽ ഫർഖു ബൈനൽ ഖബർ വൽ ഇൻഷാ. ഖബറിൻ്റെ വൽ ഫർഖു ബൈനൽ ഖബരി വൽ ഇൻഷാ. ഖബറിൻ്റെ ഇൻഷാൻ്റെ ഇടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്നൽ ഖബറ ലഹു ഫിൽ ഖാരിജിൽ മുഹ്കിയാനു വൽ ഇൻഷാ ലൈസ ലഹു മുഹ്കിയാനു. അപ്പോൾ ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് പുറത്തുള്ളൊരു കാര്യമായിരിക്കും. ഇൻഷാ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അല്ല. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന് നമുക്ക് കളവാണെന്ന് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ അത് സത്യമാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനത്തെ സാധനങ്ങളായിരിക്കും എന്ത്, ഇൻഷാ. വലിതാ കാൽ ബാദുലമ ഫി താരിഫിൽ ഇൻഷാ ഇന്നൽ ഇൻഷാ വൽ ഖൗലു കലാമി ലൈസ ലഹു മുഹ്കിയാനു. അതായത് സംസാരത്തെ ഇടലാണ്. അതിൽ അത് സത്യമാണോ അതിനെ നമുക്ക് അളക്കാൻ കഴിയില്ല, അത് സത്യമാണോ കളവാണോ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ അങ്ങനത്തെ ചെയ്യാൻ കഴിയില്ല. ഇനി ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ നോക്കുകയാണ്. റാജ ദുറൂസു ജയ്യിദൻ. അതേപോലെ തന്നെ എല്ലാ തെക്കൂന് കസ്ലാൻ, ഇനി എന്താവരുത്, മടിയനാവരുത്. അപ്പോൾ നീ മടിയനാവരുതെന്ന് ഒരാളുടെ ഒരു ഉപദേശം കൊടുക്കുകയാണ്. അതിപ്പോൾ കളവാണ് സത്യമെന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ അൽഫിൽ ഹക്കീബത്തി കിതാബൻ, ബാഗിൽ ബുക്കുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നും എന്താണ് ഒരു സത്യമാണ് കളവാണെന്നുള്ള ഇതല്ല. ഇനി അല്ലെങ്കിൽ ഒരു നിതാണ് യാ സൽമാനു എന്ന് വിളിച്ചു, ഞാൻ അവിടെ നിൽക്കുന്ന സൽമാൻ യാ സൽമാനു എന്ന് വിളിച്ചു. അപ്പോൾ അത് സത്യമാണോ കളവാണെന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ ഒക്കെ ജസ്റ്റ് ഇതല്ലേ. അങ്ങനെ ലൈത്തനി ഉള്ളിത്തു ഫിൽ ജന്ന, ഞാനെന്താ ഈ സ്വർഗത്ത് ജനിച്ചാലോ എന്ന് ആഗ്രഹിച്ചു. മാജിമുൽ സമ, ആകാശം എന്ത് ഭംഗിയുള്ളതാണ്. അങ്ങനെ ഇത് അല്ലെങ്കിൽ വല്ലാഹിൽ അഞ്ചാ ഫിൽ ഇംതിഹാൻ, ഞാൻ എന്തായി പറഞ്ഞു അള്ളാഹു തന്നെയാണ് സത്യം, ഞാൻ പരീക്ഷ ജയിക്കും. അല്ലെങ്കിൽ എന്തായി തൊല്ലക്തുക്കി, ഞാൻ എന്നെ തൊലാക്ക് ചെല്ലിന്ന് പറഞ്ഞു. അപ്പോൾ
ഇത് സത്യമാണോ കളവാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും എന്ത് ഇൻഷാ എന്നുള്ളത്. ഇനി ഇൻഷാൻ്റെ ഇനങ്ങളാണ്. 2 ഇനാണ് ഇൻഷാ ഉള്ളത്. ഒന്ന് യൻഖസിമുൽ ഇൻഷാഉൽ ഖിസ്മൈനി. ഇൻഷാനെ നമുക്ക് 2 വിഭാഗമാക്കി തിരിക്കുക. ഒന്ന് അൽ ഇൻഷാ തൊലബിയാണ്, അൽ ഇൻഷാ ഓയർ തൊലബി. ഒന്ന് ഇൻഷാ തൊലബിയും മറ്റേ ഇൻഷാ ഓയർ തൊലബിയാണ്. അപ്പോൾ അൽ ഇൻഷാ തൊലബിയാണ് ആദ്യം നോക്കുന്നത്. ഉവ മാ യസ്തദാഇ മത്ലൂബൻ ഓയർ ഹാസിലിൻ വക്ത് തൊലബ്. അതായത് തേടണ ഒരാൾ എന്താണ് ആ സമയത്ത് അയാളൊക്കെ ഇല്ലാത്തൊരു സാധനത്തെ തേടുക, അതിനെയാണ് എന്ത് ഇൻഷാ തൊലബി എന്ന് പറഞ്ഞത്. അത് യൻഖസിമുൽ അക്സാം, അത് പല വിഭാഗമുണ്ട്. ഒന്ന് അമ്രാണ്. അപ്പോൾ മിസ്ലോ കൗലു തല അപ്പോൾ അല്ലാഹു താല പറയണെന്ത് വക്കീമു സലാത്ത വാത്തു സക്കാത്ത, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സക്കാത്തിനെ നൽകുക. അതേപോലെ അതിൽ വരുന്നതാണ് നെഹി. നെഹി എന്നാൽ മിസ്ലു കൗലു താല അള്ളാഹു തന്നെ വലാ തഖ്റബു സിന, നിങ്ങൾ സിനയെ അടുക്കരുത്. പിന്നെ ഇസ്തിഫാമാണ് കൗലു താല ഇലാഹും അല്ലാ, അള്ളാഹിൻ്റെ കൂടെ മറ്റൊരു ഇലാഹ് ഉണ്ടോയെന്ന്. പിന്നെ തമഞ്ഞി കൗലു താല യാ ലൈതനി കുന്തു തുറാബ. ഈ കാഫിരിങ്ങൾ പറയുമല്ലോ എന്ത് ഞങ്ങൾ മണ്ണായിരുന്നെങ്കിലോ എന്ന്. അപ്പോൾ ആ സമയത്ത് പോലും മണ്ണല്ല. അപ്പോൾ അങ്ങനത്തെ ഒന്നിനെന്താവുക തേടുന്ന സമയത്ത് അതില്ലാത്തൊരു സാധനത്തെ ഇതാക്കുക. പിന്നെ നിദാ കൗലു താല യാ അബ്ദ ഫത്തക്കൂനി, അടിമയെ എന്നെ എന്താവുക തെക്കുവയുള്ളവനാവുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ. അപ്പോൾ തെക്കുവ ഇല്ലാത്ത ഒരുത്തനോട് എനിക്ക് അങ്ങനെ പറയാം. അപ്പോൾ എന്താവുക തൊലബി പറയുമ്പോൾ നമ്മളെ തേടുന്ന സമയത്ത് അതില്ലാത്തൊരു സാധനം. അടുത്തത് ഇൻഷാ ഒയറുത്തൊലബിയാണ്. ഒയറുത്തൊലബിയിൽ ഉവ മാലായിസ്തദാഇ മത്ലൂബൻ, അത് തേടുന്നവൻ എന്താണ് ആവശ്യപ്പെടുന്നില്ല. ഒയർ ഹാസിൽ വക്ത തൊലബ്, ഇല്ലാത്തൊരു സാധനത്തെ ആവശ്യപ്പെടില്ല അവിടെ ചെയ്യുന്നത്. അവിടെ അങ്ങനെ ആഗ്രഹിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അത്ഭുതം കൊള്ളുക, അല്ലെങ്കിൽ സത്യം ചെയ്യുക, അങ്ങനത്തെ ഒക്കെയാണ്. അപ്പോൾ അതിൽ പെടുന്ന തജ്ജുബ്. ഒന്ന് എന്താ അത്ഭുതത്തിൽ മിസാൽ കൗലു താല കൈഫ തക്ഫുറൂന ബില്ലാഹി വ കുന്തും അംവാതൻ ഫഹീക്കും, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ എന്താണ് കുഫർ ചെയ്യണത്, എങ്ങനെ നിങ്ങൾ മരിച്ചതിൻ്റെ ശേഷം ഞങ്ങളെ ജീവിപ്പിക്കും, എന്നിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഈ കുഫർ കാണിക്കുന്നത്. പിന്നെ അൽ മധു, ഒരാളെ പുകയറ്റി പറയാണ് മിസാൽ കൗലു താല വലിയ ഞാമൽ ദാറുൽ മുത്തക്കീൻ, മുത്തക്കീങ്ങളുടെ ഭവനങ്ങൾ എത്ര നന്നായി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു മദ്ഹാണ്, അതായത് ഒന്ന് തേടല്ല, ഒരാളെ പറ്റി പുകയത്താണ്. അടുത്തത് ദമ്മ് മിൻഹു കൗലു താല ബേസൽ ഇസ്മിൽ ഫുസൂക്കി ബാദൽ ഈമാനി, ഈമാൻ്റെ ശേഷം ഫുസ്ക് ഉണ്ടാവുന്നത് എത്ര മോശപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതൊരാളെ ഇകേറ്റി പറയണേ. അല്ലെങ്കിൽ അൽ കസമ് മിൻഹു കൗലു താല ബലാ വ റബ്ബി ലതുബസുന്ന, അത് അള്ളാഹു സത്യം ചെയ്ത് പറയണേ. അതെ എല്ലാ റബ്ബ് എന്താണ് ഓലെ പിന്നെ പുനർജീവിപ്പിക്കും എന്നുള്ളത്. ഇനി റജ ആഗ്രഹിക്കണം കൗലു തല ഫസല്ലാഹി ബിൽ ഫതഹ്, അള്ളാഹു എന്താവും അങ്ങക്ക് വിജയം തന്നേക്കാം. അപ്പോൾ അതൊരു ആഗ്രഹിപ്പിക്കലാണ്. പിന്നെ സിയാൽ ഉക്കൂദ് മിൻഹു ബീത്തു, അതായത് കച്ചവടത്തിൻ്റെ വാക്കുകൊണ്ടല്ല എന്ത് ബീത്തു ഞാൻ വിറ്റു അല്ലെങ്കിൽ വിസ്തറേത്തു ഞാൻ വാങ്ങി എന്നുള്ളത്. അപ്പോൾ ഇൻഷാ എന്നുള്ളത് സിമ്പിളാണ്. ഇൻഷാ എന്ന് പറഞ്ഞാൽ സത്യമാവാൻ കളവാൻ സാധ്യതയില്ലാത്ത ഒന്ന്. അതായത് അതിൽ അമ്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. കൽപ്പനകൾ, വിരോധനകൾ, അല്ലെങ്കിൽ തൊലബ്, പിന്നെ അതേപോലെ നിദാ, അങ്ങനത്തെ ആയിരിക്കും. അപ്പോൾ ഇനി ഇൻഷാ 2 വിധമാണെന്ന് പറഞ്ഞു. ഒന്ന് തൊലബി, ഒയറു തൊലബി. അപ്പോൾ ഈ തൊലബി തന്നെ എന്താണ് കാര്യം, അതിൽ തൊലബി തന്നെയാണ് അമ്ര അല്ലെങ്കിൽ നെഹി, പിന്നെ ഇസ്തിഫാം, നിദാ, തമഞ്ഞി. അമ്ര പറഞ്ഞാൽ കൽപ്പിക്കുക, അപ്പോൾ എന്നറിയാം നീ നിൽക്ക്, അല്ലെങ്കിൽ നെഹി ലാ തത്തക്കല്ലം നീ സംസാരിക്കരുതെന്നറിയാം. ഇസ്തിഫാം പറഞ്ഞാൽ തേട്, അല്ല അന്ത മുദീർ ഇയാണ് മുതിർന്ന് വയ്ക്കുക. പിന്നെ നിദാന്ന് പറഞ്ഞാൽ വിളിക്കുക, യാ മുഹമ്മദ് അങ്ങനെ വിളിക്കുക, മുഹമ്മദെ വിളിക്കുക. പിന്നെ തമഞ്ഞാൻ ആഗ്രഹിക്കുക, ലൈത്ത ഷബാബു യൗദ്, യുവത്വം ഇന്നിലേക്കൊന്ന് മടങ്ങിയിരുന്നെങ്കിൽ നമ്മൾ പറയാം. ഇനി ഒയറു തൊലബിയിൽ വരുന്നത് തജ്ജുബ്, ഒന്ന് ആഗ്രഹിക്കുക, അത്ഭുതപ്പെടുക. മാജിമല സൗബ്, എന്ത് രസമുള്ള വസ്ത്രമാണ്, അല്ലെങ്കിൽ മദ്ഹ്, ഒരാളെന്താ പുകയറ്റി പറയുക. നിഅമ ത്വാലിബുൽ ഹസൻ, വിദ്യാർത്ഥി എത്ര നന്നായി എന്നറിയാം. പിന്നെ ദമ്മ് പറഞ്ഞാൽ ആക്ഷേപിക്കുക, ബേസൽ ആമിലു അൻത, ഈ എത്ര മോശപ്പെട്ട പണിക്കാരനാണെന്ന് അറിയാം. പിന്നെ കസം പറഞ്ഞാൽ അല്ലാഹു ലാഫ്തറ സോമ്, സത്യം ചെയ്യുക, എന്താ ഞാൻ നോമ്പ് തുറക്കന്നില്ല സത്യം ചെയ്യുക. പിന്നെ ആ കച്ചവടത്തിൻ്റെ വാക്കുകൾ, അത് എന്ത് അതേപോലെ ഈ കച്ചവടത്തിൻ്റെ വാക്കാണ് ഈ നിക്കാഹിൻ്റെ വാക്കൊക്കെ അതിൽ വരും. ഇപ്പോൾ സൗവജത്തൊക്കെ ബിന്തി, ഞാൻ അനക്കെന്താ അതിൻ്റെ മോളെ കെട്ടിച്ചെന്ന് പറയാം. അതേപോലെ ലാസ്റ്റ് തന്നെ റജ, ആഗ്രഹിക്കുക.
അതായത് അസല്ലാഹു അയ്യാഫിറലക്കും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്താലോ എന്നുള്ള ഒരിത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ.